തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആ പ്രദേശത്തു നിന്ന് തന്നെ കൂട്ടപലായനം ചെയ്യുകയാണ്, ഓടിപ്പോവുകയാണ് ജീവൻ രക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ. ഇവിടെ എല്ലായിടത്തും ചോർന്നു പോകുന്നത് മനുഷ്യത്വമാണ്. അത് പാലസ്തീനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും മണിപ്പൂരിലായാലും മറ്റെവിടെയായാലും ഓരോ വംശീയ സംഘർഷവും മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തിനാണ്. ചോർന്നു പോകുന്ന മനുഷ്യത്വം മനുഷ്യരിൽ ഉൾച്ചേർക്കുവാൻ എന്താണ് വഴി? അത്തരമൊരു ആലോചനയിലേക്ക് നാം കടന്നാൽ ഗുരു സന്ദേശങ്ങൾക്കുള്ള പ്രസക്തി കൂടുതൽ വ്യക്തമായി വരും. ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ അക്രമം നടത്തുന്നവരിലേക്ക് പല മതസാരവും ഏകം എന്ന സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന ഗുരുവിൻ്റെ കാവ്യശകലം എത്തിക്കാൻ ഇതോടൊപ്പം കഴിയേണ്ടതുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിൻ്റെ വെളിച്ചവും എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ഗുരുവിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം. അതായിരിക്കും നിഷ്ഠുരതയെ മനുഷ്യത്വം കൊണ്ട് പകരം വെക്കാനും അങ്ങനെ വർഗീയ വംശീയ വിദ്വേഷങ്ങളെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള നരമേധങ്ങളെയും ഒഴിവാക്കാനുള്ള വഴി. അതുകൊണ്ടാണ് ഗുരു സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത്. ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ മണ്ണാണിത്. അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ ആളിപ്പടരാതിരിക്കുന്നത്. അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത് ഗുരു സന്ദേശങ്ങൾ ലോകമെമ്പാടും പടർത്താനുള്ള ശ്രമം നടത്തണമെന്നതാണ്. ഈ അടുത്ത കാലത്ത് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി റോമിൽ ആഘോഷിക്കുകയും മാർപ്പാപ്പ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഏറെ ശ്ലാഘനീയമാണ്. അത്തരം മുൻകൈകൾ ശക്തിപ്പെടുത്താൻ ഈ ശിവഗിരി തീർത്ഥാടനം ഉതകേണ്ടതുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല.
നിങ്ങൾക്കും UK-യിൽ ആനന്ദ് TV പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? റോക്കു ബോക്സ് വാങ്ങൂ. അതിൽ ആനന്ദ് TV ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. 020-858-66511 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. +91 735 660 3747. എന്നിട്ട് ഞങ്ങളുടെ ആനന്ദ് TV എൻജോയ് ചെയ്യുക.